ഹലോ 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 ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന അപ്പൊ ഇന്നത്തെ വ്ളോഗിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ചെറിയ കുട്ടി ഷോപ്പിങ് ഡ്രസ്സ് നമ്മളെപ്പോഴും എടുക്കുന്നല്ലേ, കൽപ്പറ്റയില പെരുന്നാളിന് എടുക്കണമെന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് അതൊരു സുന്നത്തായത് കൊണ്ടും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റ പോവാണ്. ഷോപ്പ് ഏതാണെന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല കേട്ടോ. കുറെ പുതിയ പുതിയ ബൊട്ടിക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കയറി നോക്കണം. NSSന്റെ അടുത്തൊരു ബൊട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്. എല്ലാമായ എന്റെ കളിക്കൂട്ടുകാരാണ് പ്രിയപ്പെട്ട അച്ചു, അഷ്റഫ്. 10ാം ക്ലാസ്സിലെത്തിയിട്ടും കാർട്ടൂണാണ് എന്റെ മൂത്ത മകൾ, എന്റെ സിംബർ. അത് കുട്ടികളുടെ ഓർമ്മകൾ, അവരുടെ കുട്ടിക്കാലം. എന്തായാലും പേര് ബോബനും മോളിയും അല്ല, അതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാട്ടോ. ബോബനും മോളിയും ബാലരമ. മുകൾ ഭാഗം മാത്രം കുറച്ചാ പോലെ ഒന്ന് അടിഭാഗം അങ്ങനെ കൂർപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ താടി റെഡിയാക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രായം കുറക്കാനുണ്ട്. അപ്പൊ പെരുന്നാൾ പർച്ചേസിന് നിങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടാകും. എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് എടുത്തോ? പെരുന്നാളൊക്കെ നോമ്പ് എവിടെ എത്തി? സാധാരണ ഞങ്ങൾ പെരുന്നാളിന് ലാസ്റ്റ് മിനിറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ആളുകളാട്ടോ. അങ്ങനെ ടൈം കിട്ടലുള്ളൂ. ഇപ്രാവശ്യം 10 ദിവസം മുമ്പെങ്കിലും ഒന്ന് എടുക്കാന്ന്. ഇനി ഈ വ്ളോഗ് എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതെന്നും പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്തുള്ള പെരുന്നാളിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ ഉറങ്ങുകയായിരിക്കില്ല പെരുന്നാൾ ദിവസം രാവിലെ. അപ്പോൾ ഈ രാവിലെ ഉണർത്തുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഉമ്മയും താത്തയൊക്കെ വന്നിട്ടാണ് ഉണർത്തുക. ഇന്ന് പെരുന്നാളാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കുലുക്കി വിളിക്കും. അപ്പോൾ നമ്മൾ ചാടി, സാധാരണ നമ്മൾ ഒന്നും കൂടെ ചുരുണ്ട് കിടക്കുന്ന നമ്മൾ അന്ന് ചാടി എഴുന്നേക്കും, കാരണം പുതിയ ഡ്രസ്സ് ഇടാലോ. അങ്ങനെ ഞങ്ങൾ എഴുന്നേക്കുന്ന സമയത്തുണ്ടാവും വല്യപ്പൻ്റെ ഉമ്മാൻ്റെ ഉപ്പ പുറത്ത് വന്നിട്ട് നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഒരു വേറെ തറവാട്ടിലല്ലേ. അപ്പോൾ ഞങ്ങൾ എഴുന്നേക്കുമ്പോഴത്തേക്ക് വല്യപ്പ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം രാവിലെ എഴുന്നേക്കും വല്യപ്പ ബാക്കിയുള്ള ഞങ്ങളെ കസിൻസ് മക്കളൊക്കെ കൂടെ ബോള് തട്ടി കളിക്കുന്ന ആ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിന് പോകും. എന്നിട്ട് ഞാനൊരു 6ാം ക്ലാസ് വരെ ഞങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ വടവഞ്ചാലം ഒന്നിയാർന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ശരിക്കും എൻ്റെ പെരുന്നാൾ ഓർമ്മകളും എല്ലാ ഓർമ്മകളും ഒന്നിയാറിലാണ്. ഞാൻ എൻ്റെ അധികം വ്ളോഗിൽ ഒന്നിയാറിനെ കുറിച്ച് പറയലുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് അങ്ങനെയാണ് ഞങ്ങളത്. നല്ല ഇപ്പോഴുള്ള പോലെ ഒന്നല്ലല്ലോ. ഇപ്പം ഇവർക്കൊക്കെ എന്തിലെ കാറിലിങ്ങനെ സുഖസുന്ദരമായിട്ട് പോയി ഡ്രസ്സ് എടുക്കാൻ വരിക, അതുപോലെ ഒന്നല്ലല്ലോ. ഇവിടെ ആ ഭാഗത്ത് പെരുന്നാളിൻ്റെ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ടിങ് അത് നിർബന്ധമായിരുന്നു. അത് എവിടെയെങ്കിലും ഒന്ന് ഞങ്ങൾ പൂക്കോട് പോയിട്ടുണ്ട്, കാരാപ്പുഴ പോയിട്ടുണ്ട്, അതായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ കുടുംബത്തിൽ കയറി ഇറങ്ങുന്ന ആ ഒരു പരിപാടി സത്യത്തിൽ ഞങ്ങൾക്കില്ല കേട്ടോ. പക്ഷെ കമ്പളക്കാട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ആ ഒരു പരിപാടി കാണുന്നത്. ഇവർ പെരുന്നാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഫുൾ എല്ലാ വീട്ടിലും കുടുംബത്തിൽ മുഴുവൻ അയൽവാസികളെ വീട്ടിലും ഒക്കെ ഒന്ന് കയറി ഫുഡൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത്, അതാണ് ഇവർ പെരുന്നാൾ. ഞങ്ങളത് എൻ്റർലി ഡിഫറെൻ്റ് ആട്ടോ. ആ ഒരു പരിപാടിയല്ല അയൽവാസികളെ വീട്ടിൽ. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് വരും, അയൽവാസികൾ ഇങ്ങനെ മറ്റുള്ള മതസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവർ വീട്ടിൽ വരും. പക്ഷേ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിംസ് എങ്ങനെയാ വെച്ചാൽ അവരെ വീട്ടിൽ നിന്ന് തന്നെ ആഘോഷിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഔട്ടിങ് പോകും. വണ്ടി വിളിച്ചിട്ടോ ബസ്സിലോ എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും. പൂക്കോട് പോയ ഓർമ്മയ്ക്ക് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പൂക്കോട് പോയിട്ടുണ്ട്, കാരാപ്പുഴയാണ് അധികം പോവുക. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകും. നെച്ചുനോ? എൻ്റെ ഓർമ്മയിൽ നമുക്ക് അന്നും ഇന്നും എന്നും ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ദേവി ടെക്സ്റ്റൈൽസ് ഞങ്ങൾ ദേവി, അതുപോലെ പിന്നെയാണ് സിന്ദൂർ വന്നത്. അതിപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ പെരുന്നാളിൻ്റെ ഒരു 10 ദിവസം മുമ്പ് എത്തിട്ട് നമ്മളിങ്ങനെ ജീപ്പിലൊക്കെ കൊണ്ടുപോകും. ജീപ്പിലാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കുന്നത് നെയ്യപ്പവും, അതുപോലെ നെയ്യപ്പത്തിനും കൂടെ നമ്മളെ വയനാട്ടിൻ്റെ സ്പെഷ്യൽ ബീഫും, അതൊക്കെ ഡ്രസ്സ് വല്ലപ്പോഴും നമുക്ക് പാൻറ്റും ഷർട്ടും ഒക്കെ എടുക്കാം. അതും ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയൊരുനാളിൽ പാൻറ്റും ഷർട്ടും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പെരുന്നാളിന് നമുക്ക് ഷർട്ട് മാത്രമേ എടുക്കുള്ളൂ, ആ പാൻറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പെരുന്നാളിന് ഡ്രസ്സ് ഇല്ലാതൊക്കെ പെരുന്നാൾ കൂടിയിട്ടുള്ള കുട്ടിക്കാലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ
അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇന്ന് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞത് ഇപ്പൊ കല്യാണം വന്ന ഡ്രസ്സ് എടുക്കുന്നത്, വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നത്, അതുപോലെ ബർത്ത്ഡേ വരുമ്പോൾ ഫംഗ്ഷൻ ഒരു ഓർമ്മകൾ ഒരിക്കലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. പെരുന്നാൾ ആ പെരുന്നാൾ അങ്ങനെ അങ്ങ് വന്നു പോയെന്ന് മാത്രം. ഇന്നിപ്പോൾ പെരുന്നാൾ നമ്മൾ എവിടെയെങ്കിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 10 ആൾ കൂടി ചേർത്താൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ സംസാരിക്കാൻ ആർക്കും സമയമില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ കയ്യിൽ മൊബൈൽ, അവർക്ക് അവരുടേതായ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. ഈ പറയുന്ന എൻ്റെ നമ്മളൊക്കെ അവസ്ഥയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഇതൊന്നല്ലായിരുന്നു, മൊബൈലൊന്നും ഇല്ലാതെ അനുഭവിച്ച പെരുന്നാൾ അത് വേറെ ലെവലായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ പെരുന്നാളിനും എല്ലാവരും സന്തോഷത്തോടെയും സമ്മാനത്തോടെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഉള്ളതുപോലെ ജീവിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. എപ്പോഴും മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ അമ്മച്ചി? ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പെരുന്നാളിന് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല. അതേ എൻ്റെ ഒരു വിഷമമുള്ളൂ. കാരണം നാട്ടിലത്തെ പെരുന്നാളിൻ്റെ ആ ഒരു ഫീല് ഒരിക്കലും നമുക്ക് ഗൾഫ് നാടുകളിൽ പോയാൽ കിട്ടൂല. കാരണം ഞാൻ പ്രോഗ്രാമിന് പോവാണ്, പക്ഷെ എങ്കിലും നാട്ടിലുള്ള ഒരു മക്കളെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് ഗൾഫ് പോയാൽ കിട്ടില്ല. കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം കുടുംബങ്ങളെ വിളിക്കുക. അതാണ് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷം ആ സമയത്ത്. കാരണം എല്ലാവരും വിളിക്കുക, അവരെ എന്നിട്ട് അവിടെ കിട്ടുന്ന നാട്ടിലുള്ള ഒരു സന്തോഷം അവരിങ്ങനെ കേട്ട് സന്തോഷിക്കുക. അതുതന്നെയാണ് ഓരോ പ്രവാസികളുടെയും സന്തോഷം നടന്നത്. ഇപ്പൊ 2-3 വർഷമായിട്ട് എല്ലാ പെരുന്നാളിനും നാട്ടിലുണ്ടാവലുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പൊ ശരിക്കും അങ്ങ് പെരുന്നാൾ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ലേന്ന് വെച്ചാൽ ആ ഒരു ഫീലാണ്. നല്ല തിരക്കായിരിക്കില്ലേ? ഫ്രൈഡേ ആണ് കേട്ടോ. ഇപ്പൊ ടൈം 11:40. അപ്പൊ ഞാൻ നേരെ പള്ളിയിലേക്ക് പോകും. നിങ്ങൾ നല്ല സൗകര്യം പോലെ എടുത്തിട്ട് നല്ല ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് എടുക്കണം. ഓടിയോ പള്ളി പോകുന്ന സമയല്ലേ അങ്ങനെ നമ്മള് സിന്ദൂറിലെത്തി. നമ്മള് സിന്ദൂർ നല്ല പെരുന്നാൾ മേക്കോറൊക്കെ നടത്തി നല്ല സുന്ദരിയായിട്ട് ഇവിടെ ആണല്ലോ നമ്മള് വരാറ്. മക്കളെ ഇഷ്ടപ്പെട്ട നോക്കിയിട്ട് എടുത്തോളി. നല്ല തിരക്കാണ്. കുട്ടിക്ക് ഉടുപ്പ് നോക്കാൻ പോകും അല്ലേ? ഫസ്റ്റ് അമ്പക്കുട്ടി ഇതെങ്ങനെ ഡിസ്പ്ലേ കയ്യുള്ള ഇവിടെ വരെയുള്ള നല്ല രസമുള്ള കയ്യും വേണം. ഉടുപ്പ് നല്ല അങ്ങനത്തെ വലുതിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതല്ലേ മതിയായിരുന്നു.
അത് വാങ്ങി കിട്ടിയോ? അങ്ങനെ ഞങ്ങൾ സിന്ദൂറിന്ന് 1-2 ഐറ്റം എടുത്തു. ഇനി ഷിംകുട്ടിക്ക് കിട്ടിയിട്ടില്ല, അമ്പിളിക്കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോവാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, ഷീൻ എന്ന് പറഞ്ഞിട്ട് ഷീനൂട്ടിൻ്റെ ഒക്കെ ആ ഒരു ഏജുകാർക്ക് പറ്റിയ നല്ല അടിപൊളി വെസ്റ്റേൺ വേഴ്സ് ഇട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. ഇത് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഹെഡ്സെറ്റ്, ഫോൺ കുത്തുക, പാട്ട് കേൾക്കുക. ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് നോക്കട്ടെ. അതിൻ്റെ ഉടുപ്പിന്റെ കൂടെ ഒരു പോകണേ. ഉടുപ്പല്ലല്ലോ അതിന് വാങ്ങുന്നത്. ഉടുപ്പ് വേണ്ട, എന്തായാലും ബാഗ് വേണം. നോക്കാം. നമ്മൾ ഈസി ബൈയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഈ അമ്മടിൻ്റെ 8 വയസ്സുള്ള മോൾക്കൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അവരെ ഏജ് ഗ്രൂപ്പിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിലും ഈസി ബൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ. അങ്ങനെ എന്തായാലും അമ്പിളിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈസി ബൈയിൽ നോക്കി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ എസ് ഭാരതിൽ വന്നു. അവിടുന്ന് എന്തായാലും നമുക്ക് നല്ലൊരു കോഡ് സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉണ്ടായിരുന്നു, നല്ല കളക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ക്രൗഡായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ.
ഈ ഒരു ഉടുപ്പ് അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്തിട്ടില്ല, പിന്നെ കാരണം അതിങ്ങനെ കല്ല് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുത്തുന്നത് പറഞ്ഞിട്ട് പിന്നെ ഇടൂല, വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു സോഫ്റ്റ് ക്ലോത്തിൻ്റെ ഒരു കോഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞാൽ പെരുന്നാളിന് ഇത്ര തിരക്കുള്ള സമയത്ത് പോയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ആദ്യമായിട്ട് കേട്ടോ. എപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് അതെന്ന് വെച്ചാൽ തിരക്കൊന്നും ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളും മേളൊക്കെ ആയിട്ട് ഒരു എന്തൊക്കെയോ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. മര്യാദക്ക് നമുക്ക് എടുക്കാനും പറ്റില്ല, ഫുൾ വാരി വലിച്ചിട്ടിട്ടല്ലേ ഉണ്ടാവുക. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലാസ്റ്റ് സമയത്ത് പോയാലും ഡ്രസ്സൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കുകയും ചെയ്യാം, ഇത്ര ക്രൗഡും ഉണ്ടാവില്ല. പിന്നെ അന്ന് എന്തായാലും ഇറങ്ങിയപ്പോൾ പിന്നെ കുളിച്ചെന്നെ കയറാമെന്ന് കരുതി എല്ലാവർക്കും പിന്നെ എടുത്തിട്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനായിട്ടൊരു ദിവസം പിന്നെ മാറ്റി വെക്കണ്ടല്ലോ. ഇത് എസ്പായത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ, ഫാൻസി ഐറ്റംസൊക്കെ നല്ല അടിപൊളി വൈബ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അധികം സാധനമൊന്നും എടുത്തില്ല കേട്ടോ. ഒരു സൺസ്ക്രീൻ ലോഷൻ, പിന്നെ മൈലാഞ്ചി ട്യൂബ്, അമ്മയ്ക്കൊരു ബാഗ് അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ നേരെ പോയത് എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ഫ്ലാറ്റ്സ് ആയിരിക്കും. എനിക്കാണെങ്കിൽ ആവശ്യമുള്ളത് ഒരു ചെറിയൊരു ഹീലുള്ള ടൈപ്പായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹീലുള്ള ടൈപ്പ്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഞാനെടുത്തതിനേക്കാൾ ഒരുപാട് നല്ലതൊക്കെ അവിടെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടോ. അതിലേക്കൊന്നും ഞാനന്ന് വല്ലാണ്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു. കാരണം എനിക്കെന്ന് വെച്ചാൽ എല്ലാവരിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യം. അപ്പോൾ നെച്ച് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കണം എന്നുള്ളൊരു ഇതായിരിക്കും. പിന്നെ ഇവർ കൂടുതൽ ചെരുപ്പുകൾ വലിച്ചിടുന്ന സമയത്ത് അവർ ബുദ്ധിമുട്ടാകുന്നുണ്ടോയുള്ള അങ്ങനെ ഒരു മെൻ്റൽ പ്രശ്നം തോട്ടം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഇഷ്ടപ്പെട്ടതായി കാണുന്ന കാലിൽ കിടക്കുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വൈറ്റ് ചെറിയൊരു ഹീലില്ലെങ്കിൽ നമ്മൾ ജീനൊക്കെ ഇടുന്ന സമയത്തൊരു ഇതുണ്ടാവില്ല. പിന്നെ ഷൂ എനിക്ക് അത്ര കംഫർട്ടും അല്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പടിഞ്ഞാറത്തറ താജ് റിസോർട്ടിലേക്കാണ് പോയിട്ട് അനിച്ചപ്പോൾ അവിടെ താജിലും ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോറിക്കാപ്പ് പെണങ്ങോട് അവിടെയും ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹാഫ് അവറും കൊണ്ട് അങ്ങോട്ട് എത്തണം. അപ്പോൾ എല്ലാം അന്നൊരു ബേജാറ് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ താജ് റിസോർട്ട് പടിഞ്ഞാറത്തറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നമ്മുടെ ഷോ ഉണ്ട്. ഇത് കഴിഞ്ഞ് മോറിക്കാപ്പിൻ്റെ ഷോ ഉണ്ട്. ഫോണ് ചാർജ് കഴിഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും ഫോണ് ചാർജ് വെച്ചിട്ട് ഫോണിലാണ് ഇപ്പോൾ എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊന്ന് ഇവിടെ ഫ്രഷ് ആവാൻ വേണ്ടി വന്നതായിരുന്നു. രാവിലെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഇപ്പം നേരത്തെ കാണിച്ച ആ ഒരു ഹാളിൽ വെച്ച് അവിടെ ബാങ്കറ്റ് ഹാളുണ്ട്, അവിടെ നിന്നാണ് സാധാരണ ഷോ നടക്കാറ്. പിന്നെ അന്ന് കുറച്ച് ആളധികം ഉണ്ടായിരുന്നുകൊണ്ട് ഓപ്പൺ സ്പേസിലായിരുന്നു കേട്ടോ അന്നത്തെ ഷോ.
വീഴുവോ കിടത്തിട്ടാ മതിയോ? ആ അവിടെ തന്നെ വെച്ചു, അങ്ങനെ വെച്ചു, ഒരു കുഴപ്പമില്ല, വീഴില്ല. ഒന്നുമല്ല. താജ് റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതുവരെ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് ഒക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണേ. നമുക്ക് മൈക്കൊക്കെ വാങ്ങണം. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ഇതാണ് പ്രോഗ്രാം നടക്കുന്നത്. എലിഫന്റ് സെക്ഷനിലാണെന്ന് പറഞ്ഞു. എന്താ നോക്ക്. ഇത് താജിലെ കിഡ്സ് പ്ലേ ഏരിയ ആണ് കേട്ടോ, സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്തായിട്ട്. ഭയങ്കര രസമായിട്ട് അതിൻ്റെ ഉള്ളിൽ AC ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ താജിൻ്റെ ഫുൾ വീഡിയോ ഇട്ട സമയത്ത് ഇവിടെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അന്നൊക്കെ അത് മിസ്സായി പോയല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ എല്ലാ ഏരിയയും കൂടെ അന്ന് കുറഞ്ഞ സമയത്തിൽ എനിക്കത് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാം ഞാനന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഇങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങാം കേട്ടോ. അതിൽ ഒരുപാട് ഏരിയ ഉണ്ട്, ഇവിടെ എത്ര ഇറങ്ങിയാലും തീരൂല കേട്ടോ. വയനാട്ടിൽ വരുന്നത് വയനാട്ടിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് താജ് റിസോർട്ട്, അത് കഴിഞ്ഞിട്ട് മോറിക്കാപ്പ് റിസോർട്ട്. വേറെ തന്നെ വൈബ് തന്നെയാണ്. എൻജോയ് ചെയ്തു. മക്കൾ നമ്മളെ തിരഞ്ഞെടുക്കോ. അപ്പോൾ എല്ലാവരും ഞാനിട്ടിട്ടുള്ള താജിൻ്റെ വീഡിയോ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. ഇവിടെ ഫുൾ താജിൻ്റെ എല്ലാ ഏരിയാസും ഞാനൊന്ന് കവർ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് എന്തായാലും വെയിലായതുകൊണ്ട് എല്ലാ ഏരിയാസിലേക്കൊന്നും എത്താൻ പറ്റില്ല. എന്നാലും പൂളിൽ അതാ അമ്പറി ഇരിക്കുന്നത്. അമ്പ അവിടെ കുളിച്ചീനും കണ്ട് കണ്ടിരിക്കുക. ഇംഗ്ലീഷുകാരെ സായിപ്പുമാരെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എലിഫന്റ് കുട്ട. അവിടെ കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രശ്നമില്ല. ഇവിടെ നല്ല കാറ്റ് ഇടാവുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ താജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ പ്ലാൻ? അടുത്ത പ്ലാൻ നമ്മളെ സ്ഥിരം സ്ഥലമായ നമ്മുടെ ഫാമിലിയിലേക്ക്, മോറിക്കാപ്പ് റിസോർട്ടിലേക്ക്. അത് വേറെ വൈബ്.
ഔട്ട്ഡോർ ഗെയിംസ് അങ്ങോട്ടോ. അമ്പറയ്ക്ക് പിന്നെ ഇവിടെ വന്നാൽ ഒരു ഏരിയ മസ്റ്റാട്ടോ. സിപ്പ് സൈക്കിൾ. ആ ഞാനുണ്ട്. സിനുവിന്റെ എന്തായാലും എക്കാലത്തൊരു ആഗ്രഹം. കാലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു. അത് ഇന്നലെ കട്ടയിൽ ചേർത്താക്കുന്നതാണ്. ഞാനും പോകും. ചവിട്ടാൻ പറ്റുമോ നോക്കാം. ചെയ്യാൻ പറ്റില്ല, ചെയ്യണ്ട. നോക്കിയിട്ട് ഇതിന്റെ കോൺഫിഡൻ്റ് ആണ്. ഇതിൽ ഹോൾഡ് ചെയ്യാൻ എന്നിട്ട് ഇതിൽ പിടിച്ചാൽ മതി കേട്ടോ. ഹാൻഡിൽ ഇവിടെ പിടിച്ചാൽ മതി. അതിൽ പിടിച്ച് കഴിഞ്ഞാൽ ഷേക്ക് ചെയ്യാം. നേരെ പോവും. ആ ഫ്രീ ഒന്നുമില്ല. കൈ കുറച്ച് താത്തി പിടിച്ചാൽ എന്നിട്ട് ജസ്റ്റ് പെഡൽ ചെയ്താൽ മതി കേട്ടോ. നോർമൽ സൈക്കിളിൽ ചോട്ടണം വരും തന്നെ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100% സേഫാണ്. സൈക്കിളിലൊക്കെ പ്രശ്നമൊന്നും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് പേടി വരുന്നത് കേട്ടോ. ഞാൻ പോവില്ല. കോൺഫിഡൻസ് ഇല്ലാത്ത പഠിക്കും. കൈ കുറച്ച് താത്തി പോകുന്നു വേഗം. ഓക്കെ, അങ്ങനെ ആഗ്രഹം പോട്ടെ. സീനു സത്യത്തിൽ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവളിതിൽ പേടിച്ചു കേട്ടോ. അവൾ പറഞ്ഞത് പകുതി എത്തിയപ്പോൾ എനിക്ക് കൈയും കാലൊക്കെ തളർന്നു. പിന്നെ മുന്നോട്ട് പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ അവൾ ചവിട്ടായിരുന്നെന്ന് പറഞ്ഞിട്ടോ. ശരിക്കും തളർന്നു പോയി, കൈയും കാലൊക്കെ തളർന്നു പോയി. അവൾ അത്യാവശ്യം ധൈര്യമുള്ള ഒരാളാട്ടോ. കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. പിന്നെ നെച്ച ആദ്യമേ പറഞ്ഞിരുന്നതിൽ കയറണ്ടാന്ന്. നെച്ചാൽ ദേഷ്യം പിടിക്കുന്നൊക്കെ ഈ വീഡിയോയിൽ കേൾക്കാം കേട്ടോ. എന്നോട് സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് പേടി ഉണ്ടെങ്കിൽ അവൾക്ക് അതിൽ കയറണമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ആഗ്രഹം അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ശരിക്കും സപ്പോർട്ട് ചെയ്തേട്ടോ. പക്ഷേ എന്തായാലും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. കാരണം അത്രയും അവളതിൽ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും കയറില്ല. ഈ ചെറുപ്പത്തിലെ ഹൈറ്റ് ഭയങ്കര പേടിയാണ്. വേണ്ട 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 അല്ല, പേടിണ്ടെങ്കിൽ പോവാണ്ടിക്കണ്ടല്ലോ. പേടി കരയണോന്ന് സിന് കണ്ണൊക്കെ പറഞ്ഞിരിക്കുക. നല്ല പേടിച്ചില്ലേ? ഞാനങ്ങനെ എങ്ങനെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, സാധാരണ നെച്ചതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നെച്ച് ഒറ്റയ്ക്ക് എവിടെ ഇരിക്കും. ഞാൻ കേൾക്കുന്ന ഓഡിയൻസ് എല്ലാം അവിടെ കാണുന്ന സ്റ്റെപ്പിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുക ചെയ്യാം കേട്ടോ. പക്ഷെ അന്ന് നന്നായിട്ട് മഴ പെയ്തു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ വീഡിയോയിലൊക്കെ ഞങ്ങൾക്ക് കാണാം. നന്നായിട്ട് അവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഴ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള സൂചനയായിരുന്നു. അപ്പോൾ നന്നായിട്ട് മഴ പെയ്തു. പിന്നെ എല്ലാവരും പിന്നെ അങ്ങോട്ട് ആ ഒരു ഹാളിലേക്ക് എല്ലാവരും കയറിയിരുന്നു കേട്ടോ. ഫുഡൊക്കെ സംഭവം അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. എല്ലാം പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് പിന്നെ എല്ലാം അത് ഹാളിലേക്ക് കയറ്റി വെച്ച് പ്രോഗ്രാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മുറി ക്യാപ്പിലേക്ക് പോയിട്ട് അവിടെ 7 o'clock ഷോ സ്റ്റാർട്ട് ചെയ്യും. ഇത്
അതാ 7 o'clock ആയിട്ടോ ഇവിടെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 o'clock-നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം പിന്നെ എന്നുവെച്ച് പാട്ട് തുടങ്ങും. പിന്നെ അങ്ങോട്ടുള്ളതൊന്നും വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന് തൊട്ട് മേലെ പൂളുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. താജിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെ ഞാൻ മൂറി ക്യാപ്പിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും കാണണേ. ഇപ്പം എനിക്ക് പഴയതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല. എന്നാലും ഞാൻ ഈ കഴിയുന്ന പോലെ വീഡിയോസ് ഇടലുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. तूने चाहा ज़ख्म को मेरे मरहम मरहम दिल पे लगा. पागल पागल है थोड़े बादल बादल है दोनों खुल के बरसे भीगे आ जरा पहले भी मैं. So he will sing all his songs. You see the voices exactly like that. So that's why he has got that award, Junior Udit Narayan. So he'll keep you mesmerized with his lovely songs. And in between, you also can come and sing. Anybody, there will be lots of talent and best of course. So you also can come over and sing. And ക്യാപ്പ് ദൗത്യവും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം അല്ലേ? നല്ല വിശപ്പാണ്. സത്യം പറഞ്ഞാൽ അന്ന് നോമ്പ് തുറന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചതുകൊണ്ട് വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല വിശപ്പം. അപ്പോൾ മോറിക്യാപ്പിലെ പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പാണ്. അമ്പരി പൂളിലൊക്കെ കളിച്ചിട്ട് പിന്നെ നൈറ്റിയാണ് കേട്ടോ മാറ്റി. ഇട്ട ഡ്രസ്സൊക്കെ നനഞ്ഞു. ഞാനൊരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തതുകൊണ്ട് അമ്പരി ഭാഗ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് കഴിക്കണം. നമ്മൾ നോമ്പ് തുറന്നിട്ട് ഇന്നൊന്നും കുറച്ച് വെള്ളം മാത്രമേ ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 9 മണിയായി. ഞാൻ വിശന്നിട്ട് വെള്ളം മാത്രമേ കുടിക്കണേ. ഫുഡ് കഴിക്കുന്നത് വെജ് പുട്ട് മധുരപ്പ് കഴിച്ച് നമ്മളെ കമ്പളക്കാട് ഒരു ഹോട്ടലിൽ വന്നിട്ട് വരുന്ന വരെ കണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലാതെ